ഒരാളുടെ ആകർഷണവും സ്നേഹവും തോന്നുന്നത് തെറ്റല്ല. എന്നാൽ ആ ഇഷ്ടവും പ്രണയവും പരിധി കടന്നാലോ അത് ജീവിതം തന്നെ നശിപ്പിച്ചേക്കാം. തിരുവനന്തപുരം വട്ടപ്പാറയിൽ +2 വിദ്യാർത്ഥിനിക്ക് നേരെ യുവാവ് ആക്രമണം നടത്തിയത് പ്രണയം നിരസിച്ചതിൻ്റെ പകയിലാണോ? കന്യാകുളങ്ങര സ്വദേശിനിയും നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ 16-കാരിക്കാണ് കുത്തേറ്റത്. വീടിന് സമീപത്ത് കാത്തുനിന്ന യുവാവ് പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിയ ശേഷം കാറിൽ കടന്നു കളയുകയായിരുന്നു. പരിക്കേറ്റ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സ്ഥലത്ത് പിടിപൊളി നടന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. പ്രതി പനവൂർ സ്വദേശി സഹദിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണോ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കന്യാകുളങ്ങര കൈതറക്കോണം സ്വദേശിയായ 16-കാരിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പനവൂർ സ്വദേശിയായ 21-കാരൻ സഹദാണ് പെൺകുട്ടിയെ ആക്രമിച്ചത്. വീട്ടിൽ നിന്നും ബുക്ക് വാങ്ങാനായി പുറത്തേക്കിറങ്ങിയതായിരുന്നു പെൺകുട്ടി. ഈ സമയം വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കാറിൽ കാത്തുനിൽക്കുകയായിരുന്ന സഹദ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മുഖത്തും മുതുകിലുമാണ് കുത്തേറ്റത്. മുതുകിലെ മുറിവ് ആഴത്തിലുള്ളതാണെന്ന് നാട്ടുകാർ പറയുന്നു. കൃത്യത്തിന് ശേഷം പ്രതി ഉടൻ കാറിൽ സ്ഥലത്ത് നിന്നും കടന്നുകളഞ്ഞു. അമിതവേഗത്തിൽ കാർ ഓടിച്ച പ്രതി എതിർവശത്ത് നിന്ന് വന്ന വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ചാണ് രക്ഷപ്പെട്ടത്. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് രക്തത്തിൽ കുളിച്ചു കിടന്ന പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. സംഭവസ്ഥലത്ത് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. സംഭവത്തിൽ വട്ടപ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് ആക്രമിക്കപ്പെട്ടത്. വ്യക്തിവൈരാഗ്യമാണോ മറ്റ് കാരണങ്ങളാണോ ആക്രമണത്തിന് പിന്നിലെന്ന് പരിശോധിച്ചു വരികയാണ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് കാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതി സഞ്ചരിച്ച കാർ വൈകിട്ടോടെ കണിയാപുരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. റൌഡി ലിസ്റ്റിലുള്ള സഹദ് മുമ്പ് പോക്സോ കേസിലും പ്രതിയാണെന്ന് വട്ടപ്പാറ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ നാട്ടിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.